ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഗോബി 65 അഥവാ കോളിഫ്ലവർ 65ൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവർ മീഡിയം സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തതാണ്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കാം. 1 സ്പൂൺ കല്ലുപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. ഇനി നമ്മുടെ കോളിഫ്ലവറും ആഡ് ചെയ്യാം. വെള്ളം തിളച്ച് വരുമ്പോൾ വേണം കോളിഫ്ലവർ ആഡ് ചെയ്യാൻ. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കോളിഫ്ലവർ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള മസാല പ്രിപ്പയർ ചെയ്യാം. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ മസാല എല്ലാം മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ. അധികം തിക്കാവാനും എന്നാലോ യൂസ് ആവാനും പാടില്ല. നമ്മുടെ ദോശയുടെയും അപ്പത്തിൻ്റെയും ബാറ്ററിൻ്റെ തിക്നെസ് കേട്ടോ. ഇനി നമ്മുടെ ഗോബി 1/2 പോർഷൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ശേഷം ബാക്കിയുള്ള പോർഷനും ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ പോർഷനിലും ഈവനായിട്ട് മസാല കോട്ടാവും. ഏകദേശം 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. റൂം ടെമ്പറേച്ചറിൽ തന്നെ മതി, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല കേട്ടോ. ഇനി ഒരു കടായിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം കേട്ടോ. ഓയിൽ ചൂടായി വരുമ്പം ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനും കടായിൽ സ്റ്റിക്ക് ചെയ്യാതിരിക്കാനും വേണ്ടിയാണ്. ഇനി കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്നായി ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പം ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നല്ല ക്രിസ്പിനെസ് വേണമെങ്കിൽ നമ്മുടെ മസാലയുടെ കൂടെ 1 സ്പൂൺ വറുത്ത അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടി, അത് ആഡ് ചെയ്യാം. ഗോബി നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചറിൽ സ്ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള കോളിഫ്ലവറും ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈവനിങ് സ്നാക്കായിട്ടോ സ്റ്റാർട്ടറായിട്ടോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടോടെ തന്നെ സെർവ് ചെയ്യണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക് യു.